കരം ഗ്രഹിച്ചുകൊണ്ട് 5-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത്യധികമായ ആഹ്ലാദത്തോട് വേണം എൻ്റെ സഹോദരങ്ങളെ. കാര്യം ജവമാരെ ഈ അമ്മ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടവും പ്രത്യക്ഷപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു ആധ്യാത്മികമായ യാത്രയാണിത്. ഇത് നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി ദൈവത്തെ അതിശക്തമായി പരിശുദ്ധ അമ്മയിലൂടെ ആശ്രയം വെച്ച് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പരിശുദ്ധ അമ്മയെ ദൈവം നൽകിയതാണ് എന്നുള്ള ബൈബിൾ ഭാഗങ്ങളെ വിശുദ്ധ കാനായിലെ വിശുദ്ധ കല്യാണത്തിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് ആ സാന്നിധ്യത്തിലൂടെ മനസ്സ് തുറക്കുന്ന അമ്മയുടെ, അതിനേക്കാളുപരി ഈശോയുടെ, അതിനേക്കാളുപരി പരിശുദ്ധാത്മാവിൻ്റെ, അതിനെ ഏറ്റവും ഉപരി പരപിതാവിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. ആ ഉടമ്പടി പ്രാർത്ഥനയുടെ ഭാഗമായി അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് അമ്മ ഈ വർഷം നമുക്ക് ഉടമ്പടി നിവേന തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി ഹൃദയംഗമായ ഭക്തിയോടെ നമുക്ക് മാതാവിൻ്റെ ഉടമ്പടി നിവേന ആരംഭിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കുവാൻ കൃപ നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തിരുമനസ്സായ ദൈവമേ, ഞങ്ങളും കൃപാസനം മാതാവിനോടുള്ള ഈ നവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇപ്പോൾ നിറയുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഉടമ്പടി തിരുമുൻപിൽ കരളി കനിവിയും മിഴിതുറക്കുന്നാഥേ ആവേ 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 മരിയ ആവേ 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 മരിയ. പ്രാർത്ഥിക്കുക. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച അമ്മേ, ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രാഹത്തിന് 99-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് എന്റെ മുമ്പാകെ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനം വഴി നടത്തിയ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതം ദൈവ തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായി രക്ഷകൻ പിറന്നതുപോലെ അതേ വാക്യത്താലെ അവൻ പറയുന്ന പോലെ ചെയ്യുവേൻ എന്ന ഉടമ്പടി വചനത്താൽ പച്ചവെള്ളത്തെ പുതുവീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയ അമ്മയുടെ അതേ മാധ്യസ്ഥത്താൽ ഈശോയെ ഞങ്ങളെയും രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ സാക്ഷികളായി മാറ്റണമേ. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ കനിവിന്റെ അമ്മേ കാരുണ്യദാതേ കൃപാസനദാതേ മറിയാമേ വരദാനവാരികേ ജപമാലരായി ആവേ 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 മറിയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്നലെ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നവീന പ്രാർത്ഥനയിൽ ദൈവശക്തി നിവേശന പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് ആ ഉടമ്പടി പ്രകാരമുള്ള ജീവിത ക്രമീകരണങ്ങളാൽ ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുമ്പോൾ സമർപ്പിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവപിതാവേ നിൻ്റെ വലിയ കൈകൾ നീട്ടിക്കൊണ്ട് യേശുനാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്നാണ് നമ്മൾ പ്രത്യുത്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഏറ്റു പ്രാർത്ഥിക്കുക. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ 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 കർത്താവേ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തി 15:7 പ്രാർത്ഥിക്കുന്നു. ഈ നാട് നിനക്ക് അവകാശമായി തരുവാൻ വേണ്ടി നിന്നെ കൽദായ ഊരിൽ നിന്ന് കൊണ്ടുപോകുന്ന കർത്താവാണ് ഞാൻ. ഈ ദൈവവചനപ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ 2 കൊരിന്ത്യർ 1:20 പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നു. ഈ ദൈവവചനപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് സങ്കീർത്തനം 32:8 പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച്
നിന്നെ ഉപദേശിക്കാം. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ 2 Pത്രോസ് 3:9 പ്രാർത്ഥിക്കുന്നു. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ കാലവിളംബം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ദീർഘക്ഷമ കാണിച്ചിരിക്കുന്നു എന്നേയുള്ളൂ. ഈ ദൈവജന പ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ആമോസ് 3:7 പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. ഈ ദൈവജന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ എബ്രായർ 6:12 പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. ഈ ദൈവജന പ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രഭാഷകം 36:6 പ്രാർത്ഥിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് ഞങ്ങളുടെ കരബലം, അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കർത്താവേ, ഈ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉടമ്പടി ചെയ്ത എല്ലാ വിഷയത്തിൻ്റെ മേലും അങ്ങനെ കരബലം ശക്തമാകാൻ വേണ്ടി, അടയാളങ്ങൾ ലഭ്യമാകാൻ വേണ്ടി, അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി, സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, മഹത്വം, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയത്തിൻ്റെ മേലെ അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാനിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ ദൈവകരബലം ശക്തിപ്പെടാനും അടയാളം കാണിക്കുന്ന പ്രാർത്ഥനയാണത്. ഈ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രത്യുത്തരിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 14:26 പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അന്ത്യോക്യയിലെ കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഫലമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. കർത്താവേ, ഈ വചനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ അങ്ങയുടെ തിരുസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളുടെ മേലും ഈ വചനം പാലിക്കാനുള്ള ദൈവകൃപ വർഷിക്കണമേ. ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കാനുള്ള ദൈവകൃപ വർഷിക്കണമേ എന്ന് ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 15:16 പ്രാർത്ഥിക്കുന്നു. ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും. ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന്
ഞാനതിനെ പുതുക്കി പണിയും, അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. കർത്താവെ, ഈ വചനം അനുസ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായും തൊഴിൽപരമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും തകർന്നടിഞ്ഞു പോയവരെ അങ്ങ് പുനരുദ്ധരിക്കണമേ എന്ന് ഉടമ്പടി നിവേദന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16:18 പ്രാർത്ഥിക്കുന്നു. ഭാവിഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരടിമ പെൺകുട്ടിയെ അവർ കണ്ടു. ഭാവി പ്രവചനം വഴി അവർ തൻ്റെ യജമാനന്മാർക്ക് വളരെയേറെ ആദായം ഉണ്ടാക്കി കൊടുത്തിരുന്നു. പൗലോസ് തിരിഞ്ഞ് അവരുടെ ആത്മാവിനെ ശാസിച്ചു. അവിടുന്ന് പുറത്തു പോവുക, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവിടുന്ന് പുറത്തു പോകാൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. കർത്താവേ, ഉടമ്പടി ചെയ്ത ഞങ്ങൾ വാരഫലം, രാഹുകാലം, സമയദോഷം, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണം, ദൈവപരിപാലനയ്ക്ക് വിരുദ്ധമായ ആഭിചാര പ്രവർത്തനങ്ങളെയും പാപങ്ങളെയും പരിത്യജിച്ച് അവരുടെ ഇത്തരം ജീവിത പ്രതിസന്ധി അതിജീവിക്കുവാൻ ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. നടപടി 16:25 പ്രാർത്ഥിക്കുന്നു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കർത്താവേ, ഉടമ്പടി ചെയ്ത മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന മുഴുവൻ ബന്ധനങ്ങളും ഈ നിമിഷം അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16:31 പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മക്കൾ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കുവാൻ ഇടയാക്കണമെന്ന് ഉടമ്പടി നിവേദന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 17:6 പ്രാർത്ഥിക്കുന്നു. ലോകത്തെ തലകീഴായി മറിച്ചിരിക്കുന്ന ഈ മനുഷ്യർ ഇതിവിടെയും വന്നിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളെ അധികരിച്ച് എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ വിഷമതകളിൽ വിഷമിപ്പിക്കുന്നതും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളും, പ്രതികൂല സാഹചര്യങ്ങളും ഞങ്ങൾ ചെയ്ത ഉടമ്പടിയുടെ ശക്തിയാൽ തലകീഴായി മറിഞ്ഞ് ദൈവത്തിന് വിധേയപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, മഹത്വം, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടിയുടെ ആദ്യകാലം മുതലേ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ
കർത്താവ് അത്ഭുതങ്ങൾ കാണിക്കും. ഈ വചനമാണ് നമ്മളെപ്പോഴും ഉടമ്പടിയോടനുബന്ധിച്ചുകൊണ്ട് ആദ്യകാലങ്ങൾ വെളിപ്പെട്ട് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വചനം ഇതാണ്. ഇത് ജോഷുവയുടെ വചനമാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വചനം ഇതാണ്: അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ഈ രണ്ട് വചനങ്ങളും ഐസിയായാലും ജോഷുവയിലുള്ള വചനങ്ങൾ അനേകം മക്കൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച് സാക്ഷ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അനുതാപം. അനുതാപിക്കുക പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നുന്നതിനെ നിങ്ങൾക്ക് ദൈവസ്നേഹം വർദ്ധിച്ചാൽ മാത്രമേ സുവിശേഷ വിഹിതമായ പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. വെറുതെ ഇങ്ങനെ എൻ്റെ പിഴ പറഞ്ഞൊരു കാര്യമില്ല. വ്യക്തികളുടെ ദൈവസ്നേഹം നിറയണം. അപ്പോൾ പാപം ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇപ്പോൾ വെളിച്ചം വീഴുമ്പോൾ ഇരുട്ട് എവിടെ പോയെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് പാപത്തിൻ്റെ അവസ്ഥ. ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ പാപം കാണത്തില്ല. അപ്പം ആ ഒരു വഴികളിലൂടെ നമ്മളെ നയിക്കാൻ വേണ്ടി ശ്രുതികട്ടെ ഹല്ലേലൂയ 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 കർത്താവ് നൽകണമേ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നങ്ങ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ ഈ പ്രമാണത്തെ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വിശ്വസ്ത പുലർത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിന് നാം വൃഥ പ്രയോഗിക്കരുത് എന്ന് ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ ഞങ്ങൾ ദുർവിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പന നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉടമ്പടി ചെയ്തുവെങ്കിലും ഞങ്ങൾ പലപ്പോഴും പല കാരണങ്ങൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. കർത്താവെ, അങ്ങയോട് ഞങ്ങൾ അനുദപിച്ച് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ മാലാഖമാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉടമ്പടി നിബന്ധനയായി നൽകിയ കൽപ്പനയെ പാലിക്കാതെ ഞങ്ങൾ പലപ്പോഴും ബന്ധുക്കൾ, ഗുരുക്കൾ, സഭാശ്രേഷ്ഠന്മാർ, മുതിർന്നവർ അവരോടുള്ള ബഹുമാന ജീവിത ഉത്തരവാദിത്വം പാലിക്കാതെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുത് എന്ന കൽപ്പന പ്രകാരം മനുഷ്യൻ്റെ ജീവൻ്റെ മൂല്യത്തെയും സഹോദരങ്ങളോട് ഞങ്ങൾക്കുണ്ടാകേണ്ട കരുതലിനെയും കുറിച്ച് ഞങ്ങൾക്ക്
ഉടമ്പടിയുടെ നിബന്ധന നൽകിയ നാഥ, ഈ കൽപ്പനക്കെതിരെ വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ സമസ്ത അപരാധങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 7-ാം കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്തുപോയ അപരാധങ്ങൾ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുതെന്ന ഉടമ്പടി വചനത്തിനെതിരായി ഞങ്ങൾ ചെയ്തുപോയ അപരാധങ്ങൾ ഓർത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യൻ്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തതയെയും അതിൻ്റെ ഉടമ്പടിയും ആദരിക്കാതിരുന്ന സാഹചര്യത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യൻ്റെ വസ്തുക്കളെ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ ചെയ്തു പോയ ജഡമോഹങ്ങളെയും ഭൗതിക വസ്തുക്കളുടെ ആസക്തിയെയും ഓർത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപി ചേർത്തണയ്ക്കാം, അനുഗമിക്കാം, ഒരുക്കിയിടാം, ആത്മാവിനാൽ നിറച്ചിടുവാൻ, ആഗതനായവൻ വിളിച്ചിടുന്നു, ആഗതനായവൻ വിളിച്ചിടുന്നു. ഇവിടെ നമ്മൾ ചെയ്ത ഓരോ പ്രാർത്ഥനാ നടപടികളും വിശ്വാസ പരിപോഷണത്തിന് പ്രത്യാശ നിറവിന് വേണ്ടിയുള്ളതായിരുന്നു. അതെല്ലാം പ്രിസപ്പോസ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും അവസാനത്തെ രോഗസൗഖ്യ പ്രാർത്ഥന. അതായത് ഈ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങൾ, ഉടമ്പടിയുള്ള വിശ്വസ്തതയും അനുതാപ പ്രാർത്ഥനയും എല്ലാം നമ്മളെ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട്. അതൊരു ഒരുക്ക പ്രാർത്ഥനയാണ് ശരിക്കും രോഗസൗഖ്യത്തിനായുള്ള. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് രോഗസൗഖ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ചേച്ചി ഒറ്റ ശ്വാസത്തിൽ 6 ഉടമ്പടിക്ക് ഉടമ്പടി വെച്ച 6 കാര്യങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞു. അതിൽ 3 രോഗമായിരുന്നു. അവർ വളരെ ഗൗരവമായിട്ടാണ് ഉടമ്പടിയെ സമീപിച്ചതെന്ന് അവിടെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉടമ്പടി നൊവേന നമുക്ക് കൂടുമ്പോൾ നമ്മളെടുത്ത ഉടമ്പടിയെ നമ്മൾ ഒന്നുകൂടി അനുസ്മരിപ്പിക്കുകയും കുറച്ചുകൂടി വിശ്വസ്തത അതിനോട് പാലിക്കാൻ വേണ്ടി നമ്മൾ ആത്മീയ ഒരുക്കം പ്രാപിക്കാനുള്ള ഒരു ആനുകൂല്യമാണ് നമുക്ക് ഉടമ്പടി വഴി കിട്ടുന്ന മറ്റൊരു അനുഗ്രഹം. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ ഗൗരവമായിട്ട് രോഗസൗഖ്യത്തിൻ്റെ ഈ പ്രാർത്ഥനയിൽ കർത്താവിനെ സുഖപ്പെടുത്തുന്ന ബോധ്യത്തോടെ എവിടെയൊക്കെയാണ് രോഗങ്ങളിവിടെ അനൗൺസ് ചെയ്യണത് അവിടെയെല്ലാം നിങ്ങൾ വലതുകരം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എവിടെയൊക്കെയാണ് രോഗങ്ങൾ അനൗൺസ് ചെയ്ത് ഇവിടെ അടയാളപ്പെടുത്തി പറയണത് അവിടെ എല്ലാം മക്കൾ കൈവച്ചുകൊണ്ട്, അഥവാ രോഗം ഒന്നിൽ കൂടി ഉണ്ടെങ്കിൽ കൈ മാറി മാറി വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഉള്ളിൽ പറയണം, കർത്താവേ നൊവേനക്ക് ഉള്ളിൽ എന്നെ ഈ രോഗത്തിൽ നിന്ന് വിടുവിക്കണമേ, ഞാൻ അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാം. ആരെങ്കിലും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഉടമ്പടി ചെയ്തോളാം. ഓൺലൈൻ ഉടമ്പടി വേണ്ടി വീട്ടിലിരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. വേറെ ഒരു നിസ്സാരമാണ്. അതുകൊണ്ട്
എത്രയും വേഗം ഉടമ്പടി ചെയ്യാത്തവർ ചെയ്യുക. എന്നിട്ട് വീണ്ടും നൊവേനയിൽ കണ്ടിന്യൂ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷേത്രമേൽപ്പിക്കപ്പെട്ടു എന്ന് ഈശോ എന്ന സഹനദാസനെക്കുറിച്ച് യേശയ്ക്ക് നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മോട് ചെയ്ത വാഗ്ദാന പ്രകാരമാണ്, അഥവാ ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയും രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ ഉടമ്പടി അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ പാപമോചന രോഗസൗഖ്യ മഹത്വ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള സൗഖ്യത്തിനായി വിടുതലിനായി നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. വൈദിക സമർപ്പണത്തിന് സൗഖ്യത്തിനായി സമർപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സമർപ്പിക്കുമ്പോൾ പ്രത്യുത്തരമായി സമൂഹം ഇങ്ങനെ പറയുന്നു: എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്ന് പറഞ്ഞ്, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഹൃദയരോഗമുള്ളവരെ ഹൃദയത്തെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ്, ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവരെ, വാൽവ് ബ്ലോക്ക് ചെയ്തവരെ, വാൽവ് സൂക്ഷിച്ചു പോയവരെ, വ്യത്യസ്തങ്ങളായ ഹൃദയരോഗമുള്ളവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവപിതാവേ യേശുനാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കരരോഗമുള്ളവർ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കരരോഗമുള്ളവരെ കരളിൻ്റെ അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ്, കരരോഗമുള്ളവരെ, കരൾ വികസിക്കുന്നവരെ, മഹോദര രോഗികൾ, അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഈ നിമിഷം നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്വാസകോശ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്വാസകോശങ്ങൾ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ്, ശ്വാസകോശങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങളാൽ ശ്വാസകോശം ബ്ലോക്കായി പോയവരെ, ശ്വാസതടസ്സം അനുഭവിക്കുന്ന രോഗികൾ അവിടെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവിടെ ശ്വാസകോശങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇപ്പോൾ കഴുകി സുഖപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രിയമുള്ളവരെ, അച്ഛൻ കൈവയ്പ്പ് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾ ഇപ്പോഴേ ഹൃദയത്തിലും ശ്വാസകോശങ്ങളിലും കരളിലും കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലുകയോ സ്തുതിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ രോഗം സൗഖ്യം സംഭവിക്കുന്ന സമയമാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈശോനിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, ഹൃദയരോഗികൾ അങ്ങയുടെ തിരുസനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, കരൾ രോഗികൾ അങ്ങയുടെ തിരുസനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, ഈശോ ശ്വാസകോശ രോഗികളെ കർത്താവ് എല്ലായിടത്തും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കണമേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗ രോഗങ്ങൾ ഈ നിമിഷം യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ശിരസംബന്ധമായ രോഗങ്ങളുള്ളവരെ സുഖപ്പെടാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ്, ശിരസംബന്ധമായ എല്ലാ രോഗങ്ങളുടെ മേലും അങ്ങ് വിശുദ്ധമായ വരതുകരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിൽ തലച്ചോറ് കേടുള്ളവരുണ്ട്. അപസ്മാര രോഗികൾ, ന്യൂറോ രോഗികൾ, തല വലുതായ കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, തല ഉറക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, ഒട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തലയൊട്ടിക്ക് വേദനയുള്ളവർ, വിട്ടുമാറാ തലവേദനയുള്ളവർ, മുടിക്കുഴിച്ചുള്ളവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. തളിക്കൊണ്ട് യേശു നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പാൻക്രിയാസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാൻക്രിയാസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവ്, പാൻക്രിയാസ് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രമേഹ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വലത് കരത്താൽ അവരെ സ്പർശിച്ച് സൗഖ്യമാക്കിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ഉദരരോഗിയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഉദരത്തെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉദര രോഗികൾ, വിശപ്പില്ലാത്തവർ, ദഹനക്കുറവുള്ളവർ, അൾസർ രോഗികൾ, മലബന്ധമുള്ളവർ, അരിസസ് രോഗികൾ, കുടലിൽ പുണ്ണുള്ളവർ, കർത്താവേ, മലത്തിലൂടെ രക്തം വരുന്നവർ, കർത്താവേ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, മറ്റു ഉദര രോഗികൾ, എല്ലാവരുടെ ഉദരങ്ങളെ ഇപ്പോഴേ അങ്ങയുടെ വിശുദ്ധമായ തിരുമുറിവാടുന്ന വലതുകരത്തെ സ്പർശിച്ചുകൊണ്ട് കർത്താവേ, നരകയാതന അനുഭവിക്കുന്ന മക്കളെ ഇപ്പോഴ് യേശുനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥരും സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ തലയും പാങ്ക്രിയാസും ഉദരവും ഇപ്പോഴൊക്കെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലുക. അച്ഛ പൗരോഹിത്യ അതിനടുത്ത അഭിഷേക പ്രാർത്ഥനയിൽ ഈശോയുടെ നാമത്തെ നിങ്ങളെ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവ് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ അനേകം മക്കൾ കർത്താവെ ഉദരത്തെ സ്പർശിച്ചിട്ടുണ്ട്. കർത്താവെ, അനേകം മക്കൾ ശിരസിൽ സ്പർശിച്ചിട്ടുണ്ട്. കർത്താവെ, അനേകം മക്കൾ പാങ്ക്രിയാസിലും പ്രമേഖലയിലും സ്പർശിച്ചിട്ടുണ്ട്. കർത്താവ്, ഈശോ നിന്റെ തിരുമുറിവാടുന്ന വലതുകരം കർത്താവ് മക്കളുടെ ഉദരത്തെ സ്പർശിക്കണമേ, ശിരസിനെ സ്പർശിക്കണമേ, പാങ്ക്രിയാസിനെ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ മാരരോഗങ്ങൾ നാമത്തിൽ സൗഖ്യമാകട്ടെ. PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, അരിസസ് രോഗങ്ങൾ, ഇങ്ങനെ പ്രത്യേക മാംസ കഷ്ണങ്ങൾ പുറത്തേക്ക് ചാടുക, അല്ലെങ്കിൽ വളർന്നു വരിക, ഇങ്ങനെയുള്ള എല്ലാ രോഗികളെയും ആണ് ഇപ്പോഴ് പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ രക്തസ്രാവ രോഗികൾ, കർത്താവേ, മാസപ്പതിവ് ഇല്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മാസപ്പതിവിൻ്റെ ക്രമം തെറ്റിയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വല്ലാത്തത് കുറേ ദിവസങ്ങൾ ബ്ലീഡിങ് നീണ്ടു നിൽക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭപാത്രത്തിൽ ഇറങ്ങി വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൂത്രാശയത്തിൽ കല്ലുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികളെ സംബന്ധിച്ച് കിഡ്നി കല്ലുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പിസ്റ്റുല രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ മുഴകളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരം ഈ രോഗങ്ങളെല്ലാം ഉള്ള സ്ഥലങ്ങളിൽ നിന്റെ വിശുദ്ധ വലതുകരം വെച്ചുകൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നമുക്ക് വാതരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. രക്തവാദമുള്ളവരും, സന്ധിവാദമുള്ളവരും, പേശിവാദമുള്ളവരും, രക്തത്തിന് വാദപ്പൊട്ടുള്ളവരെ ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്തസ്രാവമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാതരോഗികളെ, രക്തവാദമുള്ളവരെ, സന്ധിവാദമുള്ളവരെ, പേശികളിൽ വാദമുള്ളവരെ, വാദം കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നീതികെട്ടി കിടക്കുന്നവരെ, വാദപ്പൊട്ടുള്ളവരും വേരിക്കോസിന് അസുഖമുള്ളവരെയും അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്തെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോഴ് വാദപ്പൊട്ടുള്ളവർ, ഉദരരോഗികൾ, മാംസപിണ്ഡങ്ങൾ വളർന്നു വരുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം വ്യത്യസ്തമായ ഇടങ്ങളിൽ വലതുകരം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, വാദരോഗികളെ, കർത്താവ്, പിസ്റ്റുല രോഗികളെ, പിസ്റ്റുല രോഗികളെ, കർത്താവ്, ഓരോരോ അപകടങ്ങൾ ഓരോരോ സ്ഥലത്ത് വളർന്നു വരുന്നൊരു കർത്താവ്, മുത്രാശ ഗർഭാശയ രോഗികളെ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാള ദൈവശക്തിയാൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ നടുവലിൻ്റെ സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇപ്പോൾ. കർത്താവ്, കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, കിഡ്നിയിൽ കല്ലുള്ളവരെ,
കിഡ്നി ചുരുങ്ങുന്നവർ, കിഡ്നി പ്രവർത്തിക്കാത്തവർ, അതിൻ്റെ പേരിൽ ശരീരത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവർ, പല പല ഭക്ഷണങ്ങൾക്ക് ഡയറ്റുള്ളവർ എല്ലാവരെയും സ്പർശിച്ചുകൊണ്ട് സുഖപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അസ്ഥിരോഗികൾക്ക് ഞരമ്പിൻ്റെ ബലക്ഷയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്തായ അസ്ഥിരോഗികൾ, ഞരമ്പ് ദ്രവിച്ചവർ, അസ്ഥി ഉരുക്കമുള്ളവർ, അപകടത്തിൽ അസ്ഥികൾ വിട്ടുപോയവർ, അസ്ഥിരോഗത്താൽ ആശുപത്രിയിൽ കിടക്കുന്നവർ, അസ്ഥി യോജിക്കാത്തവർ, തലയോട്ടിയിൽ പൊട്ടലുള്ളവർ, അസ്ഥി സർവാംഗം പൊട്ടിട്ടുള്ളവർ, കർത്താവെ അവരുടെ തകർന്ന അസ്ഥികളെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ ഒട്ടിപ്പിക്കണമേ. അവിടെ വിശുദ്ധമായ അങ്ങയുടെ വിശുദ്ധ വലതുകരം അവരെ സ്പർശിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ അസ്ഥികളെ സുഖപ്പെടുത്തണമേ. സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ഓട്ടിസം കുഞ്ഞുങ്ങളെയും സഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായി ആണിപ്പെടുത്താറുന്ന വലതുകരം കുഞ്ഞുങ്ങളുടെ ശിരസിൽ ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ അനുഭവിക്കുന്ന മഹാസങ്കടങ്ങളെ ആ മാതാപിതാക്കന്മാരുടെ ശിരസിലേക്ക് അങ്ങ് നിമിഷം കൈവച്ച് പ്രാർത്ഥിക്കണമേ. അവർക്ക് ശക്തി കൊടുക്കണമേ. കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം നൽകണമേ. കർത്താവെ, ആതുരാലയങ്ങളിലെ ഓട്ടിസം കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നവരെ പ്രത്യേകം ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി അവരിലേക്ക് ആവശിച്ച് സൗഖ്യവും സമാശ്വാസം ലഭിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രിയമുള്ളവരെ, അസ്ഥിരോഗികളും അതുപോലെ തന്നെ കിഡ്നി രോഗികളും അസ്ഥിരോഗികളും ഞരമ്പിന് ദ്രവിപ്പുള്ളവരും ഓട്ടിസം കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാരെയും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. പൗരോഹിത്യ വിധിപ്രകാരം കർത്താവെ, നിൻ്റെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, PCOD രോഗികളും പലതരത്തിലുള്ള കർത്താവെ അസ്ഥി രോഗികളും അതുപോലെ തന്നെ കർത്താവെ പേശികളുടെ ഞരമ്പുകളിലും വീക്കവും ദ്രവിപ്പുമുള്ളവരെ കർത്താവെ നിൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. കിഡ്നി രോഗികളെ സ്പർശിക്കണമേ. കർത്താവെ, ഈശോ പരിശുദ്ധ അമ്മ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് കർത്താവ് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് നല്ല ചെയ്ത വചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഇതുപോലെ രോഗത്താലുണ്ടാകുന്ന വ്യക്തി ദുരന്തങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ ശക്തി ലഭിക്കാൻ അമ്മയെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് യേശു നാമത്തിൽ അവരെ ഞാൻ സുഖപ്പെടുത്തുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗർഭാശയ രോഗികളെ സൗഖ്യത്തിനായൊക്കെ പ്രാർത്ഥിക്കാം. ഗർഭാശയ രോഗികൾ അടിവയറ്റിലിപ്പോൾ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിലെ സിസ്റ്റുള്ളവർ, ഗർഭാശയം ചുരുങ്ങിപ്പോകുന്നവർ, ഗർഭാശയം വികസിക്കാത്തവർ, ചെറിയ ഗർഭാശയമുള്ളവർ, അതുമൂലം കുഞ്ഞുങ്ങൾ ലഭിക്കാൻ പ്രയാസപ്പെടുന്നവർ, ഗർഭാശയത്തിന് കട്ടിയില്ലാത്തവർ, ഗർഭാശയത്തിന് ഒരു കുഞ്ഞുങ്ങളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവികമായ കഴിവില്ലാത്തത് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവ് അമ്മയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഗർഭാശയം ഇറങ്ങിപ്പോകുന്ന രോഗികളെ സമർപ്പിക്കുന്നു. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ വലതുകരം ഇപ്പോൾ സ്പർശിക്കപ്പെടട്ടെ. അങ്ങനെ കർത്താവിനെ സ്പർശിച്ചുകൊണ്ട് അവരെല്ലാം സൗഖ്യപ്പെടുത്തിക്കൊണ്ട് യേശുനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. മൂത്രാശയ രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, എരിച്ചിലും പുകച്ചിലുമുള്ളവർ, മൂത്രം പോകാത്തവർ, മൂത്രം പോകാതെ ശരീരത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവർ, മൂത്രം പോകാത്തതിന് വയറ് വീർത്ത് ഉറക്കം പോയവർ, വെള്ളം കുടിക്കാൻ പറ്റാത്തവർ, കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. ഈശോ ഉന്നതമായ നാമത്തിൽ മൂത്രാശയ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
പ്രിയമുള്ളവരെ, ഗർഭാശയ രോഗികളെയും മൂത്രാശയ രോഗികളെയും അതുപോലെ തന്നെ ആമാശയമുള്ളവരുണ്ട്, വിശപ്പില്ലാത്തവരുണ്ട്, മലമറിയാതെ പോകുന്നവരുണ്ട്, ദിവസങ്ങളോളം മലം പോകാതിരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള മരുന്ന് കഴിച്ചിട്ടും വലിയ മരുന്ന് കഴിക്കുമ്പോഴൊരു ആശ്വാസം പിന്നെ ആശ്വാസം ഇല്ലാത്തവരുണ്ട്. അവരെല്ലാം കണ്ണുനീരോടെ ഞങ്ങളെ അൾത്താരയിൽ അനുസ്മരിച്ച് അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ആ സമയത്ത് അടിവയറ്റ് സ്പർശിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. കർത്താവേ, ഗർഭാശയ രോഗികൾ, ഉദരാശയ രോഗികൾ, കർത്താവേ, പലതരത്തിലുള്ള വിഷമങ്ങളും രോഗങ്ങളും കൊണ്ട് കർത്താവേ വിഷമം അനുഭവിക്കുന്ന ഒരു മൂത്രാശയ രോഗികൾ, കർത്താവേ, അവരെല്ലാം സ്പർശിക്കണം കർത്താവ്. ഈശോ അവിടെ മേലെല്ലാം കർത്താവേ ഞങ്ങളുടെ യോഗ്യത കൊണ്ട് കർത്താവ്, ഞങ്ങളുടെ പീഡാനുഭവത്തിൻ്റെയും കുശുമണ്ഡത്തിൻ്റെയും ഉയർത്തുന്നേപ്പിൻ്റെയും യോഗ്യതയാ കർത്താവ്, നിൻ്റെ വിശുദ്ധമായ ദുർബാധ കടത്താൻ എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമം വിട്ടുമാറട്ടെ കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. മഹത്വവും സ്തുതിയും ബഹുമാനവും ശക്തിയും യേശുവേ. ആമേൻ. മഹത്വവും സ്തുതിയും ബഹുമാനവും ശക്തിയും യേശുവേ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുണ്ടാകുന്ന ജീവിത തടസ്സങ്ങളെ ശാസിച്ചു മാറ്റുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിവാഹം, അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, അതായത് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട നിലനിൽപ്പിൻ്റെ എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്ന ഭാഗമാണ്. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, വിവാഹം ഒത്തുവരാത്തവരെ അങ്ങ് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹപ്രായം കടന്നു പോയവർ, ഇപ്പോഴും ജീവിത പങ്കാളിയെ പ്രതീക്ഷിച്ചുകൊണ്ട് വിഷമത്തോടെ കഴിയുന്നവർ, ഇന്ന് വേനയിൽ പങ്കെടുക്കുന്നവർ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹത്തിന് ആവശ്യമായ പണമോ സൗന്ദര്യമോ ആരോഗ്യമോ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ തിരക്കാനോ അന്വേഷിക്കാനോ ആരുമില്ലാത്തവർ, ഉള്ളവരെ ബോധപൂർവം സാമ്പത്തികമായ പണം കണ്ടെത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് അത് വിവാഹം നടക്കാത്തതിൻ്റെ കുറവുകൾ ആ വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറി നിൽക്കുന്ന എല്ലാവരും ഉണ്ട്, ആരും ഇല്ലാത്ത പോലെ കഴിയുന്ന വ്യക്തികളുടെ മേലെല്ലാം കർത്താവ് ഇപ്പോഴും നീ അവരെ ഏറ്റെടുക്കണേ. കർത്താവ്, നീ ബന്ധുക്കളെ സ്വന്തപ്പെട്ടതിനെ കണ്ടിട്ടുണ്ടല്ലേ ഞങ്ങളെ ജനിപ്പിച്ച്, ഞങ്ങൾക്കറിയാം. നിന്നെ മാത്രം കണ്ടിട്ടാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. ആരെയും ഓർത്തിട്ടല്ല, നിന്നെ മാത്രം ഓർത്തിട്ടാണ്. നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആ വിവാഹ തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാനിപ്പോൾ ദൂരീകരിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും സ്തുതിയും ബഹുമാനവും ശക്തിയും യേശുവേ. ആമേൻ. മഹത്വവും സ്തുതിയും ബഹുമാനവും ശക്തിയും യേശുവേ. പ്രിയമുള്ളവരെ, കുട്ടികളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളെ ഉള്ളവർക്ക് അതില്ലാത്തതിൻ്റെ വിഷമോ പ്രയാസമോ അറിയത്തില്ല. പണ്ട് ഹന്ന പ്രാർത്ഥിച്ചതാണ്, കർത്താവേ, ഒരു കുഞ്ഞിനെ തന്ന നാട്ടുകാരൊന്ന് കാണിച്ചിട്ട്, ഞാൻ മച്ചിയല്ല പെറ്റതാണെന്നൊന്ന് കാണിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് നിൻ്റെ ആലയത്തിൽ നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് നീ സാമൂലിനെ കൊടുക്കുന്നത്. അന്നയും എലിസബത്തും ഒക്കെ പറയണത് മനുഷ്യരുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന അപമാനം കർത്താവ് മാറ്റിയെന്നാണ്. കർത്താവ് സ്ത്രീകൾക്ക് അവർ ഫീൽ ചെയ്യണത് അപമാനമായിട്ടാണ്. ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കർത്താവെ അങ്ങ് കൊടുക്കണം. കുഞ്ഞിനെ കൊടുത്തിട്ടും വേണ്ടാത്ത രീതിയിൽ വളർത്തുന്ന ആൾക്കാരുണ്ട്. അവരോടുത്ത് ഞങ്ങൾ അവിടെ പാവങ്ങളോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അമ്മയ്ക്ക് നീ കുഞ്ഞിനെ കൊടുത്തതുപോലെ ഈ അൾത്താറയിൽ നിന്ന് കുഞ്ഞുങ്ങളുമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ, ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ ഞാൻ നിങ്ങളുടെ അടിവേറിനെ ആശീർവദിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ.
മക്കളെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജോലിയും വിദ്യാഭ്യാസവും ഇപ്പം ആദ്യം പഠിച്ചിട്ട് പിന്നെ പാർട്ട് ടൈം ജോലിക്ക് പോയി, പിന്നെ പഠിത്തം കഴിഞ്ഞ് ജോലി ലഭിച്ച് അവിടെ ഗ്രീൻ കാർഡ് കിട്ടി അവിടെ താമസിക്കാൻ വേണ്ടി, പിന്നെ മക്കളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ടുപോകാൻ, ജീവിതം കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാത്ത കൊണ്ട് പല സഹോദരങ്ങൾ ഇവിടുന്ന് അന്യ രാജ്യങ്ങളിൽ പോയി ആണ് ജോലി ചെയ്യണത്. അത് മലയാളിയുടെ ഒരു ജീവിതം, നിത്യജീവിതത്തെ, അനുദിന ജീവിതത്തിൻ്റെ ഒരു ആവശ്യ ഘടകമായി വന്നിരിക്കുക. അപ്പം അതുകൊണ്ട് ആ മേഖലകളെല്ലാം ഇപ്പോഴേ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ് ജോലി നഷ്ടപ്പെട്ടവരെ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, കുടുംബം പുലരാൻ ഒരു മാർഗവുമില്ലാതെ സാമ്പത്തികമായ കടങ്ങളും നിത്യച്ചെലവിന് പോലും ഇന്ന് ഗൂഗിൾ മീറ്റിലൊരു മകൾ പറയുകയാണ്, അച്ഛാ എൻ്റെ ജോലി പോയാൽ എൻ്റെ അമ്മയുടെ ഭക്ഷണം മുട്ടും. അതാണ് അവൾ പറയണത്. എൻ്റെ ജോലി പോയാൽ എൻ്റെ അമ്മയുടെ ഭക്ഷണം വരെ മുട്ടും. ഇങ്ങനെ മനുഷ്യൻ ജീവിക്കണേ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രാത്രിയും പകലും അമ്മയുടെ തിരുസന്നിധിയിൽ കണ്ണീരിടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഒരു മാറ്റം ഉണ്ടാക്കും. അമ്മ അല്ലെങ്കിൽ ഈ ആൾക്കാരെ അമ്മ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. ദുരന്തം എന്ന് പറയുമ്പോൾ കാറ്റും മഴയും മാത്രമല്ല, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളാണ്. അപ്പം അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ലോകത്തിലെ ഒരേ ഒരു അൾത്താരയിലാണ് നമ്മൾ നൊവേന കൂടുമെന്ന് ഓർക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് അച്ഛൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, വിവാഹത്വ കർത്താവെ, അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജോലി നഷ്ടപ്പെട്ടവർ, ശമ്പളം കിട്ടാത്തവർ കർത്താവെ, ജോലി കർത്താവ് വിസ തടസ്സമുള്ളവർ കർത്താവ്, അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അക്കാമയ്ക്ക് തടസ്സമുള്ളവർ കർത്താവ്, അത് പുതുക്കി കിട്ടാത്തവർ എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കുന്ന ലിവിങ് ഓർഡർ കിട്ടാത്ത കാരണം അടുത്ത കമ്പനി പോയി ജോലി ചെയ്യാൻ പറ്റാത്തവർ കർത്താവ്, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകൾ കർത്താവ്, പഴയ കർത്താവ്, ജോലിക്ക് വേണ്ടി പഠിച്ചവർ, ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതിയവർ, ജോലിക്ക് വേണ്ടി റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും കർത്താവ്, കുടുംബം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, വരുമാന മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാം കർത്താവ്, ഉദ്യോഗസ്ഥ സർവീസ് ജോലി മാത്രമല്ല കർത്താവ്, കടകമ്പോളങ്ങളും കൈത്തൊഴിലും സ്വയം തൊഴിലും എല്ലാം കർത്താവിനോട് ഇതിനെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണയിൽ പക്ഷേ ആവശ്യിക്കട്ടെ. സുരയുടെ ഹല്ലേലൂയ, മഹത്വം 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 ഇന്നും ഗൂഗിൾ മീറ്റിൽ കുറേ സഹോദരങ്ങൾ OIT പരീക്ഷ, അതുപോലെ തന്നെ MOH, HAD, IELTS ഇങ്ങനെയുള്ള എല്ലാവിധ യോഗ്യതാ പരീക്ഷകളും, അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലൊക്കെ പോകാനുള്ള യോഗ്യതാ പരീക്ഷ, ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പരീക്ഷകൾ എല്ലാം പഠിച്ചിട്ട് അത് ഒറ്റയ്ക്ക് പോയിട്ട് അതിൻ്റെ വലിയ ജീവിതം കൂമ്പടിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പല നിൽക്കുന്നവരുണ്ട്. അതിനുള്ളിൽ കുറേ ബാങ്ക് ലോണും കുടുംബത്തിൻ്റെ കടങ്ങളും അതിൻ്റെ പലിശയും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ മക്കളെയാണ് ഈ സമയത്ത് ഓർക്കണത്. നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇങ്ങനെയുള്ള യോഗ്യതാ പരീക്ഷകൾ കർത്താവേ, അതിലേർപ്പെട്ടിരിക്കുന്നവർ, എൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, തോറ്റുപോയവർ, വീണ്ടും റീഅപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും കർത്താവിന് വലിയ കരുണ ചൊരിയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദര, വാടകയ്ക്കും പാട്ടത്തിനും ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരെ, പറമ്പ് വീടൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, ഫ്ലാറ്റ് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, വാഹനങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വാഹനങ്ങളിലേക്ക് അവസ്ഥ കണ്ടില്ലേ, ഓട്ടമില്ലാത്ത കാരണം ഇൻഷുറൻസ് അടച്ചാൽ മാത്രമേ വാഹനം പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. അതടക്കാനുള്ള കാശില്ല, വരുമാനം കിട്ടി വേണ്ടേ, ഇതിൻ്റെ ഇടയ്ക്കാണ് ബാങ്ക് ലോൺ. ഇങ്ങനെയൊക്കെ കുറേ വിഷമത, എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്ന മക്കളുമെല്ലാം കർത്താവിൻ്റെ വിടുതലുണ്ടാകുന്ന പുതിയ വഴികൾ അവർക്ക് തുറന്നു കിട്ടാൻ വേണ്ടി ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അവരുടെ ജീവ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മൗനമായി വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. നിങ്ങൾ ഈ നൊവേന എത്രയും വേഗം ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. ഈ അക്കൗണ്ട് ഷെയർ ചെയ്യണം. അനേകം മക്കളിത് കേട്ട് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ദൈവനാമം മഹത്വപ്പെടുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. 1, 2, 3 നൊവേന കൂടാത്തവർ സമയം കിട്ടുന്നതനുസരിച്ച് അത് കൂടിയിട്ട് ഇത് 5ാമത്തെ നൊവേനയാണ്. ഇനി 4 നൊവേന കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് നൊവേന നേരത്തെയുള്ള നൊവേന കൂടാത്തവർ ഇന്ന് ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അത് കൂടേണ്ടതാണ്. കൂടി അതിൻ്റെ കുടിശ്ശിക തേക്കുക. ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വചനം കേട്ട് അത് പാലിക്കുന്നതിലൂടെ, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെന്നും കുടികൊള്ളുവാൻ തിരുമസാകണമേ. നരകതിന്മക്കെതിരായിട്ടുള്ള പോരാട്ട ദൈവകൽപ്പന പാലിച്ച് യേശുവിൽ സാക്ഷ്യം വയ്ക്കുന്നവരെ ജീവിച്ച നിത്യം പോരാടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.